നമ്മുടെ വീടുകളിലെ വാതിലുകൾ തുറക്കുമ്പോൾ ആ ലോക്ക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗേറ്റൊക്കെ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത്തരം താക്കോലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു കീ കൊണ്ട് മാത്രം ഇവ തുറക്കാൻ കഴിയുന്നത്? 3D ആനിമേഷന്റെ സഹായത്തോടെ ഈ രണ്ട് ലോക്ക് സിസ്റ്റവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. വീഡിയോയുടെ അവസാനം ഇത്തരം ലോക്കുകൾ കള്ളന്മാർക്ക് പിന്നുപയോഗിച്ചുകൊണ്ട് ഈസിയായി തുറക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കാം. നിങ്ങൾ 3D എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ധൈര്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യാൻ മറക്കണ്ട. ഇന്ന് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പലതരം ലോക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ സിമ്പിൾ ടെക്നോളജി കൊണ്ട് നിർമ്മിക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന പിൻ ടബ്ലർ ലോക്കുകളാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നതും പിൻ ടബ്ലർ ലോക്കിന്റെ പ്രവർത്തനമാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് ആൻഷ്യന്റ് ഈജിപ്തിൽ ഉപയോഗിച്ചു വന്ന വുഡൻ പിൻ ലോക്കിൽ നിന്നാണ് പിൻ ടബ്ലർ ലോക്ക് ഉണ്ടാകുന്നത്. ലോകത്തിലെ ആദ്യത്തെ ലോക്കായി കണക്കാക്കുന്നതും വുഡൻ പിൻ ലോക്കാണ്. ഇത്തരത്തിൽ സിമ്പിൾ ആൻഡ് പവർഫുൾ സെറ്റപ്പാണ് ഇതിനകത്ത് ഉള്ളത്. ഡോർ ലോക്ക് ചെയ്യാനായി ഈ മെയിൻ മരക്കഷ്ണം ഉള്ളിലേക്കിടുമ്പോൾ ഈ 3 ചെറിയ മരക്കഷ്ണങ്ങൾ താഴേക്ക് വന്ന് ലോക്കാകുന്നു. ഇനി ഇതിങ്ങനെ വലിച്ചാൽ പുറത്തേക്കെടുക്കാൻ കഴിയില്ല. ഇത് തുറക്കാനായി ലോക്കിന് കണക്കായി മരത്തടി കൊണ്ട് നിർമ്മിച്ച ഒരു കീ ആണ് ഉപയോഗിക്കുന്നത്. ഈ കീ അകത്തേക്കിട്ട് മേലേക്ക് പൊക്കുമ്പോൾ ഈ ലോക്ക് ഇവിടെ നിന്നും റിലീസ് ആവുകയും ഈ ഭാഗം പുറത്തേക്ക് എടുക്കാനും കഴിയുന്നു. ഇനി ഈ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം താക്കോലുകളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. താക്കോലിന്റെ ഈ ഭാഗമാണ് ഷാക്കിൾ. ഇത് സ്റ്റീൽ അലോയ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തും ലോക്കിംഗ് നോച്ചസ് കാണാൻ കഴിയും. താക്കോലിന്റെ ഉൾഭാഗത്ത് ഇവിടെ 2 സ്പ്രിംഗ് ലോഡഡ് ലോക്കിംഗ് പോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാക്കിൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ പോൾസ് ഷാക്കിളിന്റെ ഇവിടെ ലോക്ക് ആകുന്നു. ഈ ലോക്കിംഗ് പോൾസിന്റെ താഴെയായി ഒരു സിലിണ്ടർ ഉണ്ട്. ഈ സിലിണ്ടറിലേക്കാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത്. സിലിണ്ടറിന്റെ ഇവിടെ 2 പിൻസ് കാണാൻ കഴിയും. നമ്മൾ കീ ഇട്ട് തിരിക്കുമ്പോൾ ഈ സിലിണ്ടർ 90 ഡിഗ്രിയിൽ കറങ്ങുന്നു. ഈ സമയം ഈ പിൻസ് ലോക്കിംഗ് പോൾസിനെ മൂവ് ചെയ്യിക്കുന്നു. ഈ സമയം ഇവിടെ ലോക്ക് റിലീസ് ആവുകയും ഷാക്കിൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ചില ലോക്കുകളിൽ ലോക്കിംഗ് പോൾസിന് പകരം സ്റ്റീൽ ബോൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സിലിണ്ടറിൽ പിൻസിന് പകരം ഒരു കാം സിസ്റ്റമാണ് ഉള്ളത്. സിലിണ്ടറിൽ കീയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കാം റൊട്ടേറ്റ് ചെയ്യുകയും ബോൾ ലോക്ക് റിലീസ് ആവുകയും ചെയ്യുന്നു. ഇവിടെ താക്കോലിന്റെ ഉപയോഗം ഈ സിലിണ്ടറിനെ റൊട്ടേറ്റ് ചെയ്യിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ കൃത്യമായ താക്കോൽ ഉപയോഗിച്ച് മാത്രമേ ഈ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഈ ലോക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് സ്പ്രിംഗ്, ഇത് ഡ്രൈവർ പിൻ, ഇത് കീ പിൻ. ലോക്കായ സമയത്ത് ഈ പിൻസ് ഇങ്ങനെയായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രൈവർ പിൻ സിലിണ്ടറിന്റെ റൊട്ടേഷനെ തടയുന്നു. നമ്മൾ കൃത്യമായ കീ ഇടുമ്പോൾ ഈ കീ പിൻസ് കൃത്യമായി ഇവിടെ അലൈൻ ചെയ്യുന്നു. ഡ്രൈവർ പിൻ ഈ നോച്ചിൽ നിന്നും റിലീസ് ആയതിനാൽ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയുന്നു. അതിന്റെ ഫലമായി ലോക്കിംഗ് പോൾസ് ഷാക്കിളിനെ റിലീസ് ചെയ്യുകയും ലോക്ക് തുറക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ റോങ് കീ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ ഈ ഡ്രൈവർ പിൻസും കീ പിൻസും കൃത്യമായി അലൈൻഡ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യാനും കഴിയില്ല. ഇതിലുപയോഗിക്കുന്ന പിന്നുകളുടെ എണ്ണം ഓരോന്നിലും അതിൻ്റെ മേക്കിംഗ് കമ്പനിക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ജീനിയസ് ആയ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഇനി ഈ സിസ്റ്റം ഡോറിന്റെ ലോക്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഈ ഭാഗത്തെ കേസ് എന്ന് വിളിക്കുന്നു. ഈ ഭാഗമാണ് പ്ലഗ്. ഈ ഭാഗമാണ് കീയിട്ട് കറക്കുമ്പോൾ റൊട്ടേറ്റ് ആകുന്ന സിലിണ്ടർ. ഈ ഭാഗമാണ് കീവേ. ഉള്ളിലേക്ക് നോക്കിയാൽ നേരത്തെ കണ്ടതുപോലുള്ള സെയിം സിസ്റ്റം കാണാൻ കഴിയും. സ്പ്രിംഗ്, ഡ്രൈവർ പിൻ, കീ പിൻ. ഇവിടെയും നിങ്ങൾക്ക് പിൻസ് വ്യത്യസ്തമായ ലെവലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്ലഗ് കറങ്ങുമ്പോൾ പിൻസ് എല്ലാം ഈ ഷിയർ ലൈനിൽ അറേഞ്ച് ആയാൽ മാത്രമേ ലോക്ക് തുറക്കാൻ കഴിയൂ. നമ്മൾ കറക്റ്റ് കീ ഇൻസേർട്ട് ചെയ്ത് കറക്കുമ്പോൾ
പിൻസ് ഷിയർ ലൈനിൽ അറേഞ്ച് ആവുകയും പ്ലഗ് റൊട്ടേറ്റ് ആവുകയും ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു കാം സിസ്റ്റം കൂടി അറ്റാച്ച് ചെയ്യുന്നു. ഈ കാമിൽ ഡോർ ലോക്ക് ആകാനുള്ള ഈ സിസ്റ്റവും അറ്റാച്ച് ചെയ്യുന്നു. കറക്റ്റ് കീയിട്ട് കറക്കുമ്പോൾ പ്ലഗ് റൊട്ടേറ്റ് ആകുന്നു. ഈ സമയം കാം ഈ ലോക്കിംഗ് സിസ്റ്റത്തെ ഉള്ളിലേക്ക് വലിക്കുന്നു. ഈ സമയം ഇവിടെ ലോക്ക് റിലീസ് ആവുകയും ഡോർ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഡോറുകളിൽ ഉപയോഗിക്കുന്ന ലോക്കിംഗ് സിസ്റ്റം. ചില ബിൽഡിങ്ങിൽ ഓരോ ഡോറിനും ഓരോ കീ ഉള്ളപ്പോഴും ഒരു കീ ഉപയോഗിച്ച് എല്ലാ ഡോറും തുറക്കാൻ കഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കീയെ മാസ്റ്റർ കീ എന്നാണ് വിളിക്കുന്നത്. ഈ കീ പ്രവർത്തിക്കാനായി ഒരു എക്സ്ട്രാ ഡ്രൈവർ പിൻ ഇവിടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് രണ്ട് രീതിയിൽ തുറക്കാൻ കഴിയും. ഒന്ന് ഇങ്ങനെ, മറ്റൊന്ന് ഇങ്ങനെ. നമ്മൾ നോർമൽ കീ ഇടുമ്പോൾ ഈ ഒരു രീതിയിൽ ലോക്ക് തുറക്കുന്നു. ഇനി മാസ്റ്റർ കീ ഇടുമ്പോൾ ഇങ്ങനെയും തുറക്കാൻ കഴിയുന്നു. ഇനി ഇത്തരത്തിലുള്ള ലോക്ക് കള്ളന്മാർക്ക് എളുപ്പം തുറക്കാൻ കഴിയുമോ എന്ന് നോക്കാം. പിൻ ടബ്ലർ ലോക്കിന്റെ ഏറ്റവും വലിയ പോരായ്മ അതുതന്നെയാണ്. എക്സ്പേർട്ടായ ഒരാൾക്ക് പല വിധത്തിൽ ഈ ലോക്ക് തുറക്കാൻ കഴിയും. ഒരു ടെൻഷൻ റഞ്ച് വെച്ച് ഈ പ്ലഗിന് ടെൻഷൻ കൊടുത്താൽ ഈ പിന്നുകളിൽ ഒന്നിന് ബാക്കിയുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ടെൻഷൻ അനുഭവപ്പെടും. ഇതുപോലെ ഒരു ലോക്ക് പിക്ക് വെച്ച് ഇങ്ങനെ പൊക്കി നോക്കിയാൽ അത് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയും. അത് ലിഫ്റ്റ് ചെയ്താൽ ടെൻഷൻ റിലീസാകും. അപ്പോൾ ഇതുപോലെ കുറച്ച് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. പിന്നീട് ബാക്കിയുള്ള ഓരോ പിന്നും ഇതുപോലെ ലിഫ്റ്റ് ചെയ്താൽ മെല്ലെ മെല്ലെ ലോക്ക് തുറക്കാൻ കഴിയും. ഇതിനേക്കാൾ എളുപ്പത്തിൽ തുറക്കാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട്. വേവ് റേക്ക് എന്നൊരു ടൂളുണ്ട്. കാണാൻ ഇതുപോലെ വേവി ഷേപ്പ് ആയിരിക്കും. ടെൻഷൻ റഞ്ച് വെച്ച് ഇതുപോലെ ടെൻഷൻ കൊടുത്തതിന് ശേഷം വേവ് റേക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഇടുന്നു. ഇത് അകത്തേക്കും പുറത്തേക്കും ഇതുപോലെ മൂവ് ചെയ്താൽ ലോക്ക് മെല്ലെ മെല്ലെ റിലീസാകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക.